ദേ നൂനൂസിൻ്റെ ആ നിൽപ്പ് കണ്ടോന്നേ, അവളുടെ നിൽപ്പ് കണ്ടാൽ തോന്നും അവിടെ എന്തോ വലിയ കാര്യം നടക്കുവാന്ന്. ഒന്നുമല്ല, അവിടെ ഒരു ചേട്ടൻ തേങ്ങ ഇടാൻ വന്നിട്ടുണ്ടായിരുന്നു. അത് നോക്കി നിൽക്കുന്ന കേട്ടോ ആള്. അവളുടെ നിൽപ്പ് കണ്ടാൽ തോന്നും അവളാണ് ആ ചേട്ടനെ പണിയിക്കണേന്ന്. ഞാൻ കുറച്ച് നേരമൊക്കെ അത് നോക്കിക്കൊണ്ട് നിന്നു. ഇന്നൊരു മോരുകറി കേട്ടോ ഞാൻ ഉണ്ടാക്കിയത്. സിമ്പിളാണ് ഈ കറി ഉണ്ടാക്കാനായിട്ട്. ഞാൻ പഴം ചേർത്താട്ടോ മോരുകറി ഉണ്ടാക്കണേ, വേറെ ഒന്നും കൊണ്ടല്ല. എനിക്ക് പഴം ചേർത്തുണ്ടാക്കുമ്പോൾ അതിൻ്റെ ആ മധുരിപ്പൊക്കെ ചേർന്നിട്ട് ആ മോരുകറി അടിപൊളിയായിരിക്കും. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് എനിക്ക് മോരുകറി ഇഷ്ടമല്ലായിരുന്നു. ഞാനിതിന് വേണ്ടിയിട്ട് ഒരു പഴമാട്ടോ എടുത്തേ. പഴം ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് ജസ്റ്റ് ഒന്ന് വറുത്തെടുത്തു. ഒരുപാട് നേരമൊന്നും വേണ്ട, പെട്ടെന്ന് റെഡിയായി കിട്ടും. പിന്നെ ഞാൻ ആദ്യമേ കടുക് താളിച്ചു കേട്ടോ. കടുകൊന്ന് പൊട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടു. പിന്നെ വറ്റൽമുളകും ചെറിയുള്ളിയും ഇഞ്ചിയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തു. ഇതൊന്ന് വഴണ്ടു വന്നപ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച പഴം ചേർത്ത് കൊടുത്തു കേട്ടോ. അതും ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് എന്താ, നമ്മൾ അരച്ച് വെച്ച അരപ്പ് ചേർത്തു. ഇതിൽ ഞാൻ ചേർത്തേക്കുന്ന മഞ്ഞൾപ്പൊടി, ചെറിയ ജീരകം, ചെറിയുള്ളി, പിന്നെ എരിവിന് വേണ്ടിയിട്ട് പച്ചമുളക് കേട്ടോ. ഞാനൊരു 3-4 പച്ചമുളക് എടുത്തു. എനിക്ക് കുറച്ച് എരിവ് വേണം, അപ്പം ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ 3-4 പച്ചമുളക് എടുത്തു. പിന്നെ അതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്ന വരെയൊക്കെ ഒന്ന് അടച്ചു വെച്ചു കേട്ടോ. കുറച്ച് ഉപ്പും ചേർത്ത്. അപ്പോഴത്തേക്കും എന്താ നൂനൂസ് അവിടെ നിന്ന് കരിക്കുമായിട്ട് വന്നിട്ടുണ്ട്. അവിടുത്തെ ചേച്ചി ഒരു കരിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ വെള്ളം പകർത്തി കൊടുത്തു. നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ. കരിക്ക് നല്ല രസമുണ്ട്. അതൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അരപ്പ് റെഡിയായി. ഞാൻ മോര് ജസ്റ്റ് ഒന്ന് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മിക്സിയിൽ. എന്താണെന്ന് വെച്ചാൽ അത് കട്ടയായിട്ടായിരുന്നു ഇരുന്നത്. അപ്പോൾ ഇത്രേ ഉള്ളൂ.